ഹായ് ടീമേ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിനെ പറ്റിയാണ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, മോട്ടോർ ഇൻഷുറൻസ് ഉണ്ട്, ടേം ഇൻഷുറൻസ് ഉണ്ട്, ഹോം ഇൻഷുറൻസ് ഉണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെ രീതിയിൽ നമ്മളെ കവർ ചെയ്യണം എന്നാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. ലൈഫ് ഇൻഷുറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഹെൽത്തിനെ കവർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം പല രീതിയിലും നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ ആ എംപ്ലോയിയെ കമ്പനി തന്നെ കവർ ചെയ്യും ഇൻഷുറൻസിൽ. അതായത് ചിലപ്പോൾ മിനിമം ഒരു 2.5 ലാക്സ് ടു 5 ലാക്കോ 10 ലാക്കോ അത് ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യാം. പക്ഷേ ഒന്നും ചെയ്യാതെ തന്നെ ആ കമ്പനി നമ്മളെ ഇൻഷുറൻസ് വഴി കവർ ചെയ്യും. ഒരു നോർമലായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും ചെയ്യാറുണ്ട് അത്. അപ്പോൾ അത് എങ്ങനെയാണ്? നമ്മുടെ ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ അത്രയും വരെയൊക്കെയാണ് അവർ കവർ ചെയ്യാറ്. ഒപ്പം തന്നെ ചില കമ്പനീസ്, അതായത് ഇത്തിരി കൂടെ വലിയ കമ്പനീസ് ആണെങ്കിൽ അവർ പാരൻസിനെയും കവർ ചെയ്യും. പക്ഷേ അത് നമ്മൾ അഡീഷണൽ ടോപ്പ് പേ ചെയ്യേണ്ടി വരും. അതായത് നോർമലി ഒന്നും പേ ചെയ്യാതെ ജോലിക്കൊപ്പം തന്നെ നമ്മളെയും നമ്മുടെ ഫാമിലിയെയും, അതായത് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ അത്രയും വരെ കവർ ചെയ്യും. പക്ഷേ ഒരു ടോപ്പ് അഡീഷണൽ അടച്ചു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും വരെ കവർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കമ്പനീസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നാളെ കമ്പനിയിൽ നിന്ന് ആ ജോബ് നഷ്ടപ്പെട്ടാൽ അവിടെ വെച്ച് ആ ഇൻഷുറൻസ് കട്ടാവുകയാണ്. അതിനുശേഷം പുതിയൊരു കമ്പനി കയറിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡിൽ നമ്മൾ ആലോചിക്കണം, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത് ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈഡിൽ കൂടെ നമ്മളൊരു നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതിപ്പം ഏത് തന്നെ ആവാം. നമുക്കിപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേര് സ്റ്റാർ ഹെൽത്ത്. അത് നമ്മുടെ വായിൽ പെട്ടെന്ന് വരും. സ്റ്റാർ ഹെൽത്തോ അല്ലെങ്കിൽ നിവ ബുപ്പ അല്ലെങ്കിൽ ടാറ്റ, അങ്ങനെ പല പല ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടല്ലോ. അത് നമ്മൾ, എനിക്കത് സജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. കാരണം എങ്ങനെയാണെന്ന്, ഇപ്പം നമ്മൾ കമ്പനി എന്നുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പാസ്സായൊക്കെ കിട്ടും. ക്യാഷ്ലെസ് ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പാസ്സായൊക്കെ കിട്ടും. പക്ഷേ ഈ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒന്ന് പുറകെ നടക്കേണ്ടി വരുമായിരിക്കും. ഇല്ല എങ്കിൽ നമ്മുടെ എന്താണ്, നമ്മുടെ ആ ഒരു കഴിവുണ്ടല്ലോ, കഴിവ് ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി, ആരാണോ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത്, നമ്മളെ വൈഫാണെന്ന് വിചാരിക്കട്ടെ അല്ലെങ്കിൽ കിഡ്സ് ആണെന്ന് വിചാരിക്കട്ടെ, നമ്മൾ ആദ്യമേ തന്നെ ഇൻഷുറൻസ് സെക്ഷനിൽ പോയിട്ട് ഇത് ഓക്കെ ആണെന്നൊക്കെ അവിടെ ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. പക്ഷേ പല സിറ്റുവേഷനിൽ നമുക്കത് പറ്റില്ല. ഇപ്പോൾ നമ്മളാണ് അഡ്മിറ്റ് ആണെങ്കിൽ അവർക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിനെ ചെയ്യാൻ പറ്റണമെന്നില്ല. തിരിച്ച് നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ പാനിക്കോ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആണെങ്കിലും നമുക്ക് പോയി സംസാരിക്കാനോ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏതാണ് നല്ലത് ഇൻഷുറൻസ് എന്നൊന്നും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ്, എനിക്ക് ആരും പെയ്ഡോ അല്ലെങ്കിൽ പ്രൊമോഷനോ തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആരും പുഷ് ചെയ്തും പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോളിസി ബസാർ പോലത്തെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് റേറ്റ്സ് കമ്പയർ ചെയ്യാം. റേറ്റ്സ് കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളടുത്ത് നാട്ടിൽ തന്നെ ഒരു അഡ്വൈസർ ഉണ്ടാവില്ലേ? അതിപ്പം സ്റ്റാർ ഹെൽത്തിനാണെങ്കിൽ അതിൻ്റെ ഓഫീസും ഒരു അഡ്വൈസറും നിങ്ങൾ എപ്പോഴും വന്ന് ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ ബന്ധുക്കൾ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതിനൊക്കെ അവരെ തന്നെ അവരുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് പറയുക ഇത്ര റേറ്റ് ആണല്ലോ, ഇത്രയും കുറവുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാം. ഇൻഷുറൻസ് ആയാലും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പല കാര്യങ്ങളും കുറച്ചിട്ടാവരുത്. അതായത് ക്യാഷ്ലെസ് ഇല്ലാത്ത ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റലിൻ്റെ എണ്ണം കുറവുള്ള ഇൻഷുറൻസ്, അല്ലെങ്കിൽ എന്താണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയും, അത് വളരെ കുറവുള്ളത്, അങ്ങനെയൊന്നും കയറി എടുക്കരുത്. ബെറ്റർ ആയിട്ടുള്ളത് തന്നെ എടുക്കണം. പക്ഷേ അത് പോളിസി ബസാർ പോലത്തെ ആപ്ലിക്കേഷനുകളിൽ റേറ്റ് കമ്പയർ ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ക്ലെയിം സെറ്റിൽമെൻറ്റ് നമ്മൾ ഒരു അഡ്വൈസർ വഴി ചോദിച്ചറിയുന്നതായിരിക്കും നല്ലത്. വേറെ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ വിളിക്കാൻ ഒരാൾ, ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇപ്പോൾ നമ്മൾ പോളിസി ബസാറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിരിക്കും എടുക്കുന്ന. മലയാളത്തിൽ സംസാരിക്കുന്നെങ്കിൽ അവ ഇരിക്കുന്നത് എവിടെയാണ് നമുക്കറിയത്തില്ല. ചെന്നൈ, ബാംഗ്ലൂർ ആവാൻ, ചിലപ്പോൾ എറണാകുളത്ത് തന്നെ ആവാൻ, പറയാൻ പറ്റത്തില്ല. അവനെ നാളെ വിളിച്ചാൽ കിട്ടില്ല, അവൻ നാളെ ജോലി കളഞ്ഞിട്ട് പോകും, അടുത്തൊരു പുതിയ ആളായിരിക്കും വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം എടുക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അടുത്തുള്ളൊരു അഡ്വൈസറിന് എടുത്തു കഴിഞ്ഞാൽ ചേച്ചി ചേട്ടാന്നുണ്ട് നമുക്കൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്യാം. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ നല്ല ഇൻഷുറൻസ് നോക്കി എടുക്കുക. അപ്പം ജോലിയുള്ളവനാണെങ്കിലും ഇതൊരു വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മോട്ടോർ ഇൻഷുറൻസ്. മോട്ടോർ ഇൻഷുറൻസ് നമുക്കറിയാം, നമ്മുടെ വണ്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ റോഡിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. പക്ഷേ പുതിയ വണ്ടികളാണെങ്കിൽ ഫുൾ ഇൻഷുറൻസ് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി ക്ലെയിം ചെയ്ത് കുറച്ച് പൈസയെങ്കിലും, അതായത് അതും ഒരു സംഭവമുണ്ട്, നമ്മൾ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ വാല്യൂ കുറയാണല്ലോ. കമ്പനിയിൽ ഒരു പണി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്താലും ഓരോ കാരണങ്ങൾ പറയും. അതായത് ഫൈബർ പാർട്ടിന് ഇത്ര കുറവ്, ഗ്ലാസ് പാർട്ടിന് ഇത്ര കുറവ്, അല്ലെങ്കിൽ പെയിൻറ്റിന് ഇത്, ഡെൻറ്റിങ് ഇത്, അങ്ങനെ അങ്ങനെ. അപ്പോൾ അതും നല്ല പോളിസി. ഞാൻ പോളിസി ബസാറിൻ്റെ പേര് പറയാനാണ്, അവരെ പ്രൊമോട്ട് ചെയ്തിട്ടല്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ എവിടെ കമ്പയർ ചെയ്യാമെന്ന് കണ്ടപ്പോൾ പണ്ട് കവർ ഫോക്സ് എന്നൊരു സൈറ്റും പോളിസി ബസാർ, ഇവർ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കവർ ഫോക്സ് ഡൗൺ ആയി, ഇപ്പോൾ പോളിസി ബസാറിന് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്.
ഒപ്പം അക്കോ ഉണ്ട്. അക്കോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാൻ നോക്കാം. പക്ഷേ അക്കോയെക്കാളും ഞാൻ റേറ്റൊക്കെ കുറവ് കണ്ടത് പോളിസി ബസാറിലാണ്. അതാണ് എൻ്റെ വായിൽ പെട്ടെന്ന് അത് വരുന്നത്. അപ്പോൾ നിങ്ങളവിടെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പ്രൈസ് കോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരായിട്ട് ഒരു നെഗോഷിയേഷൻ ടോക്ക് നടത്തി എടുക്കുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ. അടുത്തുള്ള ആളെ ഞാൻ പറയുകയാണ്, ഒരു സുപ്രഭാതത്തിൽ നമ്മളിപ്പോൾ എബ്രോഡോ അല്ലെങ്കിൽ നമ്മൾ വീട് തിരുവനന്തപുരത്തും വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാണെന്ന് വിചാരിക്കട്ടെ, വണ്ടി വീട്ടിലാണ് കിടക്കുന്നത്, തിരുവനന്തപുരത്ത് വെച്ചാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്, പെട്ടെന്ന് ഒരാൾ നമുക്ക് വിളിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഏജൻറ്റിനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടും, അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അറിയുന്ന ആരെങ്കിലും ഒരു 500 to 1000 റുപ്പീസാണ് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു അഡ്വൈസറായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ, എൻ്റെ സജഷൻ. അതിനുശേഷം നമുക്ക് ഏറ്റവും ഇപ്പോൾ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ കയറി പോകുന്നൊരു സാധനമാണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു 35 ഇയേഴ്സ് ഒക്കെ ഉള്ള ഒരു ആളാണെങ്കിൽ അയാൾക്ക് നമുക്കൊരു 1000 റുപ്പീസ് സംതിങ് മന്ത്ലി പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 കോടിയുടെ കവർ, നമ്മൾ മരിച്ചു പോയാൽ 1 to 1.5 crores ആണ് അതിൻ്റെ കവർ നമ്മുടെ ഫാമിലിക്ക് കിട്ടും. അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും. അതിന് നോമിനി എടുക്കുന്നതനുസരിച്ചിരിക്കും. മോസ്റ്റ്ലി എനിക്കൊന്ന് വൈഫിനായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തപ്പണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തപ്പാം. ഞാൻ പക്ഷേ കൂടുതലും അതിൻ്റെ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. എനിക്ക് വീഡിയോ വലുതാക്കി ബോറാക്കണമെന്നില്ല, അതുകൊണ്ടാണ്. ടൈം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോടിപതിയാകാം നാളെ എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ, അത് ഈ ഒരു സാധനമാണ്. പക്ഷേ അത് മരണപ്പെട്ടാലേ കിട്ടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളാലോചിക്കുമോ മരിച്ചിട്ട് കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം? ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ അത് ചൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങളൊരു ഹോം ലോൺ എടുത്ത് വെച്ചേക്കുന്നു, ഒരു 19 ലക്ഷം രൂപ ഒരു ലോൺ, ഒരു കാർ ലോൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നു. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് അടച്ചു തീർക്കാനൊക്കെ പറ്റുമല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന്. പക്ഷേ നിങ്ങളിത് എടുത്തു വെച്ച് നാളെ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ബർഡൻ ആവാതിരിക്കുക. അതായത് നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചു, നമ്മളാണ് ഹോം ലോൺ എടുത്തത് അല്ലെങ്കിൽ ഈ ലോൺ എടുത്തത്, അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അൾട്ടിമേറ്റ്ലി അത് ബാങ്കിന് പോകും അല്ലേ, അങ്ങനെയല്ലേ സംഭവിക്കുക. പക്ഷേ ബാക്കിയുള്ള പൈസ കവർ ചെയ്യാൻ അടച്ചു തീർക്കാൻ നമ്മുടെ വൈഫിന് പറ്റിയില്ലെങ്കിൽ അത് ബാങ്കിന് പോകും. അല്ലെങ്കിൽ അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ എന്താണ്, നമുക്കത് കിട്ടും. പക്ഷേ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത്ര അടച്ചത് വേസ്റ്റ് ആക്കുന്നത്? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനമാണ് ഈ ടേം ഇൻഷുറൻസ്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു നല്ലൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും. ഒപ്പം തന്നെ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് ഈ ലോൺ കവർ ചെയ്ത് സ്വന്തമാക്കി. അപ്പോൾ ഫാമിലിയെ പറ്റി ചിന്തിച്ച് അവർക്ക് നല്ലത്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഇൻഷുറൻസാണ് ടേം ഇൻഷുറൻസ്. അതും എന്താണ്, സൂയിസൈഡൽ അങ്ങനത്തെ മരണത്തിനൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നോർമൽ ഡെത്ത് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഡെത്ത് അതിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ ടേം ഇൻഷുറൻസ്. ഇനിയൊരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ഫെമിലിയർ അല്ല ഹോം ഇൻഷുറൻസ്. ഹോം ഇൻഷുറൻസ് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ഫ്ലാറ്റോ വീടോ മേടിക്കുകയാണെങ്കിൽ അതിനൊരു ഇൻഷുറൻസ്. അതായത് ബാങ്കിൽ നമ്മൾ ലോൺ എടുത്താണ് മേടിക്കുന്നതെങ്കിൽ ആ ലോണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻഷുറൻസ്. അതായത് ഇപ്പോൾ ഞാൻ ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് വിചാരിക്കുക, ആ 50 ലക്ഷം രൂപയ്ക്ക് ഒരു കവറേജ്. പക്ഷേ എന്താണ്, ഇത് ഡിമിനിഷിങ് ആണ്. അതായത് ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എത്ര രൂപ ബാക്കിയുണ്ടോ അത്ര രൂപ മാത്രമേ ഈ ഹോം ഇൻഷുറൻസിൽ കിട്ടത്തുള്ളൂ. മനസ്സിലായി? അതായത് 50 ലക്ഷത്തിന് എടുത്തു, 5 വർഷം കഴിഞ്ഞിട്ടാണ് ആളുടെ മരണം സംഭവിച്ചത്. അന്ന് വരെ ആൾ 5 ലക്ഷം അടച്ചെങ്കിൽ 50ൽ നിന്ന് 5 പോയിട്ട് ബാക്കി 45 ലക്ഷം ബാങ്ക് അടയ്ക്കും. എന്നിട്ട് ഫ്ലാറ്റ് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിന് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ്. അതിനും ഓൾമോസ്റ്റ് മന്ത്ലി 1000 റുപ്പീസ് അടുപ്പിച്ചൊക്കെ തന്നെ വരും. അതായത് ഒരു നോർമൽ 50 ലാക്സിൻ്റെ കണക്കെടുത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയും കിട്ടുമെങ്കിൽ പിന്നെ ഹോം ഇൻഷുറൻസിൽ പോകുന്നതിനെക്കാട്ടും ടേം ഇൻഷുറൻസ് എടുക്കുന്നതല്ലേ നല്ലത്. അതായത് ഇതേ എമൗണ്ട് തന്നെയാണ്, പക്ഷേ 1 crore above വല്ലതും കിട്ടും. അങ്ങനെയാണെങ്കിൽ ടേം ഇൻഷുറൻസ് ആണ് എപ്പോഴും ബെറ്റർ. അതുകൊണ്ട് ടേം ഇൻഷുറൻസ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനെല്ലാം എളുപ്പം പോളിസി ബസാർ പോലത്തെ ആപ്ലിക്കേഷനിൽ കയറി, പോളിസി ബസാറോ അക്കോയോ ഏതിലെങ്കിലുമൊക്കെ കയറുക, നിങ്ങൾ പേര്, ഡീറ്റെയിൽ, ഏജ് അടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അതിൽ കമ്പാരിസൺ വരും. അതിൽ കമ്പയർ ചെയ്തിട്ട് ഏത് നല്ല ബാങ്കാണെന്ന് നോക്കുക, ആ ബാങ്കിൽ പോയി സംസാരിച്ചിട്ട് ആ ബാങ്കിൽ നിന്ന് എടുക്കുക. മനസ്സിലാവും? മോസ്റ്റ്ലി കാരണം ഇപ്പോൾ SBI ലോൺ എടുക്കുന്ന ആൾ പോയി ICICI നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് എന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നടക്കേണ്ടി വരും. അതിൽ നല്ലത് SBI നിന്ന് എടുക്കണം, SBI തന്നെ പോയി എടുക്കുക, എന്താണ് ഹോം ഇൻഷുറൻസ്. പക്ഷേ എന്നെക്കാളും ടേം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ടേം തന്നെ എടുക്കുക. പിന്നെ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്കും ചിന്തിക്കുക, അവർ കണ്ടീഷൻസ് പറയും, അത് വായിക്കണം. ഒപ്പം തന്നെ അതിലവർ പറയുന്നൊരു കാര്യം എന്താ, മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടാവും. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഉണ്ടാവില്ലെങ്കിലും ഒരു 35 എബോ അല്ലെങ്കിൽ 40 റേഞ്ചിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ മെഡിക്കൽ ചെക്കപ്പും കൂടെ ഉണ്ടാകും. അപ്പം ഇതാണ് ഞാൻ ഇൻഷുറൻസുകളെ പറ്റി പറയുന്ന കാര്യം. ഇൻഷുറൻസ് ഈസ് മാൻഡേറ്ററി. വേറൊരു ടിപ്പ് അല്ലെങ്കിൽ വേറൊരു സംഭവം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ഇവിടെ